ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ ഡയറ്റിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ലുലു മോൾ. ബാക്കിയെല്ലാം കുറച്ച് അതിനകത്ത്. ഷോപ്പിംഗ് ഉണ്ട്. അയ്യോ, വൺസ് ഇൻ എ വീക്ക് മോസ്റ്റ് പ്രോബ്ലി സൺഡേ ആണ് നമ്മുടെ ചീറ്റ് മീൽസ് വെച്ചേക്കുന്നത്. ബാക്കി 6 ഡേയ്സ് നമ്മൾ ഡയറ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഈ ഒരു ഇവൻറ്റ് നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് ചീറ്റ് ഡേ ആയിട്ടിടാം. ചീറ്റ് മീൽസ് സാധാരണ നമ്മൾ ഒരു മീൽ മാത്രമൊക്കെയാണ് എടുക്കുന്നത്. ബട്ട് ഫോർ ദ ഡേ ഓൾ മീൽസ് വിൽ ബി ചീറ്റ് മീൽസ്. വേറെ വഴിയില്ല. ദ വെരി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡേ ലുലു മാൾ. അൺഫോർച്ചുനേറ്റ്ലി ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് ബാക്കി ഏതൊക്കെ മാളുകളുണ്ടെന്ന് നമുക്ക് തിമോത്തിയോട് ചോദിക്കാം, ദ എക്സ്പേർട്ട്. ചേട്ടി, നമുക്കിനി ഏതാണ് ബെറ്റർ ഇവിടെ ഓപ്ഷൻസ് ഉള്ളത്? എന്തൊക്കെ കാണാനുണ്ട്? ഏത് മാളുകളുണ്ട്? നമുക്ക് മാളായിട്ട് ഇനിയുള്ള സെൻട്രൽ സ്ക്വയർ ആണുള്ളത്. പിന്നെ ഫോറം മാളുണ്ട്, ഒബ്രോൺ ഉണ്ട്. നമുക്കിപ്പോൾ പോകുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് സെൻട്രൽ സ്ക്വയർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് സിറ്റിംഗ് സ്പേസും എല്ലാം ഉള്ളത് സെൻട്രൽ സ്ക്വയറിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. തോബിക്ക് പ്രിൻസസ് സൺഡേ യൂണിക്കോൺ. ഇത് നോക്കണം, വേറെ പറഞ്ഞു. ഇതിലേതാ നിന്റെ? എങ്ങനെയുണ്ടോ അൽഫോൺസ? നിന്റെ എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ടത്? ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വെള്ളയെ. ഇവിടെ ഒരു പെർഫ്യൂം ഷോപ്പ്. ഇതിൻ്റെ പേര് മയ്യോപ്പ് എന്നാണോ മയ്യോപ്പി എന്നാണോടാ? അപ്പം മയ്യൊന്നും അല്ല. ഓക്കെ, MYOP, മേക്ക് യുവർ ഓൺ പെർഫ്യൂം. 3 പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് ഗിൽറ്റ് ഫോർ മെൻ, ബാംഗ്ലൂർ ഗ്ലൂമും. അല്ല, ബാംഗ്ലൂർ ഗ്ലൂം അവനല്ലേ വേണമെന്ന് പറഞ്ഞത്? ഫ്രൂട്ട് ഫ്യൂഷൻ അല്ലേ നിൻ്റെ? അവനൊരു ബാംഗ്ലൂർ ഗ്ലൂമും. മണമൊക്കെ അടിപൊളിയാണ്. ആ കോഫി ബീൻ ഇരുന്നുകൊണ്ട് മാത്രം ഇച്ചിരിയിലും മണം പിന്നെ കിട്ടാൻ തുടങ്ങിയത്. ഇല്ലാന്നുണ്ടായിരുന്നേൽ പിന്നെ അല്ലാണ്ട് ഓരോന്നും മാറി മാറി അടിക്കുമ്പോൾ എനിക്കൊന്നും മണം മനസ്സിലാകുന്നില്ല. അതെ, ഒരത്തിന് ഒന്നും അടിച്ചിട്ട് മണം എന്നാന്ന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. നിനക്ക് എന്നാ മനസ്സിലായേ? ഞാൻ മേടിച്ചു. അവസാനം തന്നത് എനിക്ക് മണം കിട്ടി. നീയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളല്ല. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ എടുക്കാൻ. സെക്കൻഡ് പ്ലാൻ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് വേറെ കുറച്ച് പാർക്കോ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതും ഇലക്ഷൻ്റെ ആ ഒരു പരിപാടി കാരണം ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞത് ലുലു മാൾ തുറക്കുന്ന പറഞ്ഞത് 4 മണി. സോ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫി സ്കിൽസ് നമുക്ക് സൺസെറ്റ് അല്ലേ? എത്ര മണി? 5:30, 6? 6:30 ആകുമ്പോൾ ഒരു സൺസെറ്റ് വൈബ് പിടിച്ചൊരു ഫോട്ടോ നോക്കണം കിട്ടുമോന്ന്. അപ്പോൾ നമ്മളൊരു ബീച്ചിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഏതാടാ ബീച്ച്? വൈപ്പിൻ. അപ്പോൾ ബീച്ചിൽ പോയിട്ട് പിന്നെ ലുലു മാളിൽ പോയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി പ്ലാൻ ചെയ്യണം. എൻ്റെ ഫോട്ടോയും എടുക്കണം. മരുന്നെടുക്കുക എന്നെ പക്രേ കിളിയാണോ? മസിൽ പ്ലേസിൻ്റെ കുറച്ച് കംപ്രഷനും എടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു. അതിനെപ്പറ്റി വിട്ടുപോയി. സർക്കാർ നമുക്ക് അതില്ലാണ്ട് നേരത്തെ ചമ്മണം. ടെൻഷൻ അടിക്കല്ലോ എല്ലാത്തിനും.
എടാ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടാണോ നീ എന്നാടാ പാവം ചെറുക്കാൻ നീ ടെൻഷൻ ആയി കളഞ്ഞു. മാറ്റിട്ടോ. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ സൺസെറ്റ്. അത് വന്നു കഴിയുമ്പോൾ ഇതിനെന്തോ സ്പെഷ്യൽ ഷോർട്സ് എടുക്കാനുണ്ട്. ആ ഷോർട്സും കൂടെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മാളിലും കൂടെ പോയിട്ട് അപ്പോൾ ഷോട്ട് കിട്ടുമല്ലോ നോക്കാം. അതിലൊരു പ്രതീക്ഷയുണ്ട് അത് കണ്ടിട്ട്. അപ്പോൾ മേഘം മറച്ചു കളയുമോ കണ്ടോ? കാലിസ്റ്റനിക്സിനോട് ഇത്ര ആത്മാർത്ഥമുള്ളൊരു മനുഷ്യൻ. കാലിസ്റ്റനിക്സ് മാസ്റ്ററാണോ നീ? മക്കളെ ഇപ്പോഴാണ് നമ്മൾ കാലിസ്റ്റനിക്സിൻ്റെ മെയിൻ ആളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാ നോക്കിയോ, സ്പൈഡർമാൻ ചെയ്യുന്നില്ല അവനൊന്നും. എല്ലാ തവണ ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഷൂസോ വാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഒത്തിരി കോമൺ ആയിട്ടുള്ളൊരു സാധനമായിരിക്കരുത്. മാക്സിമം ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു ഫീലിംഗ് എനിക്ക് തോന്നാൻ വേണ്ടി വെച്ചാൽ സംഭവം നൈസും ആയിരിക്കണം, പക്ഷേ അധികം ആൾക്കാരെ കാണുകയും ചെയ്യരുത്. അങ്ങനെ മേടിച്ചതിൽ നമ്മളറിയാതെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കോംപ്ലിമെൻ്റ് ഒരെണ്ണം കേൾക്കുന്നുണ്ട് ഈ ഷൂവിൻ്റെ കാര്യത്തിൽ. ഈ ഒരു ഷൂ ഇതിപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് കേട്ട് നല്ല ഷൂ എന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി. രാവണപ്രഭ ഇങ്ങോട്ട് നോക്കി. ബീജുട് ബീജുട് ഫൈനലി ഹിയർ വി ആർ ഇൻ ലുലു മാൾ. നമുക്ക് വേണ്ടിയിരുന്നത് ആ പോകുന്നവന് ഒരു ഷൂസ് മേടിക്കണമായിരുന്നു. നമ്മൾ ഓൺലൈനിൽ നൈക്കിയുടെ സ്റ്റോറിൽ നിന്നൊരു സാധനം നോക്കി വെച്ചെങ്കിലും നമുക്കത് നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും ടാക്സും കാര്യങ്ങളൊക്കെ വന്ന് ഒത്തിരി എമൗണ്ട് ആകുന്നുണ്ട്. ചുമ്മാ എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇൻസ്റ്റോർ പോയി നോക്കാമെന്ന് ഓർത്ത് ഇവിടെ വന്നതാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നൈക്കിയുടെ സ്റ്റോറിലും ന്യൂ ബാലൻസിൻ്റെ സ്റ്റോറിലും നമുക്ക് കാണാൻ കൊള്ളാൻ അതിന് മാത്രം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സോ ഹിയർ വി ആർ. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു, അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ്. അത് തന്നെ പറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതെടുക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹി ചോസ്. അതിൻ്റെ പേരെന്തുവായിരുന്നടാ? ഹോസ്മില്ലൻ. ഇവിടെയല്ലേ അതിൻ്റെ പറഞ്ഞു തന്നെ. എടാ ഇവനിപ്പോൾ പിടിച്ചേക്കുന്ന വരെയാണ് അത്ര പേര് നിനക്ക് വേണം. ഇല്ല ഇത് വ്യത്യാസം ഇല്ലേ? ഇത് കറക്റ്റാണ്. ഇത് കറക്റ്റാണ്. ഇത് ടൈറ്റാണ് നീ ഇട്ടോണ്ട് കിടക്കുന്നത്. വരയില്ലേ ഈ വരയല്ലേ നിന്റെ വിരളത്ത് നിൽക്കുന്നത്? ഇവിടെ ഡാമേജൊക്കെ ഉണ്ടാകുന്ന നോക്കിയാന്നല്ലേ നോക്കിയായിരുന്നോ? ഇട്ട് നോക്കുന്നതന്നെ അല്ല, നമ്മൾ മൊത്തത്തിലൊന്ന് ഓടിച്ചു വിട്ട് നോക്കണം. വല്ല ഗിയറുള്ളോ അങ്ങനെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ വന്ന സാധനം നമുക്ക് കിട്ടി. ഇതിലെ ഞാൻ നേരത്തെ നമ്മൾ മേടിച്ച സ്പ്രേ അവർ പറഞ്ഞത് പ്രകാരം ഫസ്റ്റ് 2 days അതിൻ്റെ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫ്രിഡ്ജിനകത്ത് വെക്കണം. പിന്നെയുള്ളത് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ വല്ലപ്പോഴും ഫ്രിഡ്ജ് വെച്ചോളാം. നമ്മുടെ ക്ലൈമറ്റിൽ അത്രയും ചൂടത്ത് അങ്ങനെ പുറത്ത് വെക്കേണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഇരിക്കട്ടെ.